ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. ദേവാലയങ്ങളിൽ പാതിര കുർബാന നടക്കും. ജില്ലയിലെ നഗരസഭാ അധ്യക്ഷന്മാരുടെ ചിത്രം തെളിയുന്നു. ഇരിങ്ങാലക്കുടയിൽ MP ജാക്സണും ചാവക്കാട് AH അക്ബറും ഗുരുവായൂരിൽ സുനിത അരവിന്ദനും ചെയർപേഴ്സൺമാരാകും. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ചാവക്കാട് പ്രതിഷേധവുമായി വ്യാപാരികളും നാട്ടുകാരും രംഗത്ത്. ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ 4 ഹോംഗാർഡുകളെ നിയോഗിച്ചു. ദേശീയപാത കുതിരാനിൽ മാലിന്യം തള്ളി. ടാങ്കർ ലോറിയിലാണ് മാലിന്യം കൊണ്ടുവന്ന് തള്ളിയത്. തലൂരിൽ മയക്കുമരുന്ന് ലഹരിയിൽ KSRTC സ്വിഫ്റ്റ് ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ സ്വദേശി രാജേഷ് അറസ്റ്റിൽ. യുവതിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊടകര റഷീദും കൂട്ടാളികളും അറസ്റ്റിൽ. തൃശൂർ അയ്യന്തോളിലെ ഫ്ളാറ്റ് കൊലക്കേസ് പ്രതിയാണ് റഷീദ്. വിശദാംശങ്ങളിലേക്ക്. ക്രിസ്മസ് ആഘോഷത്തിനൊരുങ്ങി നാടും നഗരവും. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ലോകത്തിന്റെ രക്ഷകനായി ഉണ്ണിയേശു പിറന്നതിന്റെ സ്മരണ പുതുക്കിയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നാടും നഗരവും ആഘോഷത്തിമിർപ്പിലാണ്. നക്ഷത്ര ദീപങ്ങൾ തെളിയിച്ചും പുൽക്കൂടുകൾ, ക്രിസ്മസ് ട്രീകൾ എന്നിവ ഒരുക്കിയും ക്രിസ്മസിനെ വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഏവരും. ക്രിസ്മസ് വിപണിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. സമ്മാനങ്ങൾ കൈമാറിയും കേക്കുകൾ വിതരണം ചെയ്തും ക്രിസ്മസ് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടും. ദേവാലയങ്ങളിൽ ഇന്ന് പാതിര കുർബാനയും തിരുപ്പിറവി തിരുകർമ്മങ്ങളും നടക്കും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ആൻഡ്രൂസ് താഴത്തും, തൃശൂർ വ്യാകുലമാതാ ബസിലിക്കയിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ഔഗിൻ കുര്യാക്കോസും മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇരിങ്ങാലക്കുട നഗരസഭയിൽ MP ജാക്സൺ ചെയർമാനാകും. കഴിഞ്ഞ ദിവസം ചേർന്ന UDF യോഗത്തിൽ MP ജാക്സനെ ചെയർമാൻ ആക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 43 വാർഡുകളുള്ള ഇരിങ്ങാലക്കുട നഗരസഭയിൽ UDFന് 22 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. 2 സ്വതന്ത്രരുടെ പിന്തുണ UDFനാണ്. നഗരസഭ വൈസ് ചെയർമാൻമാരായി ആദ്യ 2.5 വർഷം ചിന്ത ധർമ്മരാജനും തുടർന്ന് സുജ സജീവ് കുമാറും പങ്കുവയ്ക്കും. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഓഫീസിൽ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ലീഡറായി MP ജാക്സനെയും ഡെപ്യൂട്ടി ലീഡറായി ചിന്ത ധർമ്മരാജനെയും തെരഞ്ഞെടുത്തിരുന്നു. സ്വതന്ത്രയായി മത്സരിച്ച ജോസഫ് ചാക്കോയും വിനിൽ വിജയനും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇരുവരെയും പാർട്ടിയിൽ തിരിച്ചെടുത്തതിനെ തുടർന്നാണ് ഇവർ യോഗത്തിൽ പങ്കെടുത്തത്. AH അക്ബർ ചാവക്കാട് നഗരസഭ ചെയർമാനാകും. പാർട്ടി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ചാവക്കാട് ടൗൺ 16-ാം വാർഡിൽ നിന്നുള്ള കൗൺസിൽ അംഗമാണ്. പാർട്ടി ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗവും വിവിധ പോഷക സംഘടനകളിലെ നേതാവ് കൂടിയാണ്. 21-ാം വാർഡിൽ നിന്നുള്ള നഗരസഭാ കൗൺസിൽ അംഗം CPMലെ ബിൻസി സന്തോഷിനെ വൈസ് ചെയർപേഴ്സണാക്കുവാനും പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. കാരയൂർ വാർഡിൽ നിന്നുള്ള CPM അംഗം സുനിത അരവിന്ദൻ ഗുരുവായൂർ നഗരസഭ ചെയർപേഴ്സണാകും. CPIയിലെ KK ജ്യോതിരാജാണ് വൈസ് ചെയർപേഴ്സൺ. വെള്ളിയാഴ്ച രാവിലെ 10-ന് നഗരസഭാ കൗൺസിൽ ഹാളിലാണ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്. ഓപ്പൺ ബാലറ്റിലൂടെയുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം വരണാധികാരി N വിജയകുമാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഉച്ചയ്ക്ക് 2-നാണ് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരെ പിന്നീട് തെരഞ്ഞെടുക്കും. ചാവക്കാട് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ പ്രതിഷേധവുമായി വ്യാപാരികളും നാട്ടുകാരും രംഗത്ത്. പ്രതിഷേധത്തെ തുടർന്ന് 4 ഹോംഗാർഡുകളെ പോലീസ് നഗരത്തിൽ ട്രാഫിക് നിയന്ത്രിക്കുന്നതിനായി നിയോഗിച്ചു. മാസങ്ങളായി ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. മുല്ലത്തറ, ബസ് സ്റ്റാൻഡ്, ചേറ്റുവ ബൈപ്പാസ് എന്നിവിടങ്ങളിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാറ്. ഉത്സവ സീസണിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഗതാഗതക്കുരുക്ക് വല്ലാതെ കൂടിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തീരെ ദീർഘവീക്ഷണമില്ലാതെ അധികാരികൾ ചെയ്തു കൂട്ടുന്ന പ്രക്രിയകളാണ് ഇതിന് കാരണം എന്ന് പറയേണ്ടി വരും. ചേറ്റുവ റോട്ടിൽ
കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി ഗതാഗതക്കുരുക്ക് അനുഭവിക്കുകയാണ്. ഭരണകർത്താക്കൾ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, വ്യാപാരികളുടെ ബുദ്ധിമുട്ടുകൾ അതിനെ യഥാർത്ഥത്തിൽ ഗൗനിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. പൊതുജനം ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചേറ്റുവ ബൈപ്പാസിൽ 2 മാസം മുൻപ് പണി പൂർത്തീകരിച്ച് റോഡിനു കുറുകെ പണിത കാനയുടെ സ്ലാബ് തകർന്നിരുന്നു. തകർന്ന കാന പുനഃസ്ഥാപിക്കുന്നതിനായി റോഡിന്റെ ഒരു ഭാഗം വീണ്ടും അടച്ചതുമൂലം ചേറ്റുവ ബൈപ്പാസിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണമായി. ഇതേ തുടർന്ന് ഏനാമാവ് റോഡിലെ വൺ വേ ഒഴിവാക്കി ഇരുഭാഗത്തേക്ക് വാഹനം കടത്തിവിട്ടതും കൂടുതൽ ഗതാഗതക്കുരുക്കിന് ഇടയാക്കി. ഉദ്യോഗസ്ഥരുടെയും കരാർ കമ്പനിയുടെയും അനാസ്ഥയാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. പൊതു കാഴ്ചയും സ്ഥിരക്കാഴ്ചയും മാറിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ സമയമില്ല, നീണ്ടു നിൽക്കുന്ന ബ്ലോക്കാണ് ചാവക്കാട്. ഇതിനൊരു അവസാനമില്ല. കാരണം 3 മാസത്തോളമായി സ്ഥിരമായിട്ടുള്ള ബ്ലോക്കാണ് ചാവക്കാട്. ചാവക്കാടിന് യഥാർത്ഥത്തിൽ നിശ്ചലാക്കിയിട്ടുള്ളൊരു ബ്ലോക്കാണത്. ഒരു പരിഹാരം ഇതുവരെയായിട്ട് ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. ഒരു സുരക്ഷാ മാനദണ്ഡം ഇല്ലാതെയാണ് പണികൾ നടക്കുന്നത്. നമ്മളിതിന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ചെയ്യാൻ പറയാമെന്ന് പറഞ്ഞിട്ട് വളരെ ലാഘവത്തോടെ ഓരോ കാര്യങ്ങളും അവർ കൈകാര്യം ചെയ്യണം. ഇത് എന്തെങ്കിലും പരിഹാരം രാഷ്ട്രീയ പ്രവർത്തകരോ ബാക്കിയുള്ള ആളുകൾ കാണണമെന്നുള്ള നിർബന്ധമായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ഒരു അപേക്ഷയാണതല്ല. TCV ന്യൂസ്, ചാവക്കാട്. ദേശീയപാത കുതിരാനിൽ മാലിന്യം തള്ളി. ടാങ്കർ ലോറിയിലാണ് മാലിന്യം കൊണ്ടുവന്ന് തള്ളിയത്. ഹോട്ടൽ മാലിന്യവും ശുചിമുറി മാലിന്യവും തള്ളിയിട്ടുണ്ട്. രൂക്ഷഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദേശീയപാത കരാർ കമ്പനി മാലിന്യം നീക്കം ചെയ്തു. നേരത്തെ കുതിരാൻ തുരങ്കപാലത്തിന് സമീപം മാലിന്യവും ശുചിമുറി മാലിന്യവും തള്ളിയിരുന്നു. തലൂരിൽ മയക്കുമരുന്ന് ലഹരിയിൽ KSRTC സ്വിഫ്റ്റ് ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തയാൾ അറസ്റ്റിൽ. മൂവാറ്റുപുഴ സ്വദേശി രാജേഷിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന KSRTC സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സിൽ തൃശൂരിൽ നിന്ന് കയറിയ രാജേഷ് ടിക്കറ്റ് എടുക്കാൻ തയ്യാറാകാതെ ബഹളം വയ്ക്കുകയും സ്ത്രീകളടക്കമുള്ളവരെ അസഭ്യം പറയുകയും ചെയ്തു. ഇയാളെ തലൂരിൽ ഇറക്കിവിടാൻ ശ്രമിച്ചതോടെ കണ്ടക്ടർ രാഹുലിനെയും ഡ്രൈവർ സുധീഷ് കുമാറിനെയും പ്രതി ആക്രമിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട് ബസ്സിൽ നിന്നും ഇറങ്ങിയ ഇയാൾ കല്ലുകൊണ്ട് ബസിന്റെ സൈഡ് ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ യാത്രക്കാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. യുവതിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ കൊടകര റഷീദും കൂട്ടാളികളും അറസ്റ്റിൽ. കൊടകര വാസുപുരം സ്വദേശി വെട്ടിക്കൽ വീട്ടിൽ റഷീദ്, പെരിന്തൽമണ്ണ മൂർക്കനാട് സ്വദേശി അത്താവീട്ടിൽ ഡൂഡ് എന്ന ജലാലുദ്ദീൻ, അതിരപ്പള്ളി വെട്ടിലപ്പാറ സ്വദേശി കളിക്കാട്ടിൽ വീട്ടിൽ ജോബിൻ എന്നിവരെയാണ് ചാലക്കുടി ഡിവൈഎസ്പി VK രാജു, അതിരപ്പള്ളി SHO മനേഷ് പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഈ മാസം 13-ാം തീയതി രാത്രി യുവതിക്ക് വാടകയ്ക്ക് വീടെടുത്ത് നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി അതിരപ്പള്ളിയിലുള്ള ഗ്രീൻ സൈറ്റ് എന്ന റിസോർട്ടിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതിജീവിതയുടെ 1 പവൻ വീതം തൂക്കമുള്ള ഒരു സ്വർണ്ണമാലയും ഒരു വളയും കവർച്ച ചെയ്യുകയും ചെയ്ത സംഭവത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത്. റഷീദ് 2016-ൽ തൃശൂർ അയ്യന്തോളിലെ ഫ്ളാറ്റിൽ വെച്ച് സ്ത്രീയെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിലടക്കം വിവിധ സ്റ്റേഷനുകളിലായി 16 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്.
ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സിൽ നിന്നും പുക ഉയർന്നത് ആശങ്ക പരത്തി. തൃശൂരിൽ നിന്നും മാളയിലേക്ക് പോകുകയായിരുന്ന ചീനിക്കാസ് ബസിന്റെ പുറകിൽ നിന്നാണ് കനത്ത പുക ഉയർന്നത്. മറ്റ് ബസ് ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബസ്സിൽ നിന്നും യാത്രക്കാരെ പുറത്തിറക്കി വെള്ളമൊഴിച്ചാണ് പുക നിയന്ത്രിച്ചത്. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷയിടിച്ച് തിരുവല്ലാമല പഞ്ചായത്ത് അംഗത്തിന് പരിക്ക്. തിരുവല്ലാമല 15-ാം വാർഡംഗം ബേബി രജിതയ്ക്കാണ് പരിക്കേറ്റത്. വീടിന് മുന്നിലൂടെ പോയിരുന്ന ക്രിസ്മസ് കരോൾ കണ്ടു നിൽക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ വാർഡംഗത്തെ ഒറ്റപ്പാലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി കൂടപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. താളമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും കാവടിയാട്ടത്തിന്റെ മാറ്റുകൂട്ടി. കോമനങ്ങൾ തുള്ളിയും മുടിയേറ്റ് ആവിഷ്കാരവും ആഘോഷങ്ങളെ നിറപ്പകിട്ടിലാക്കി. ക്ഷേത്രാങ്കണത്തിലെത്തിയ കാവടിയെ മേൽശാന്തി കെ ബാബുലാൽ എതിരേറ്റു. കോടശ്ശേരി മൃഗാശുപത്രിയിൽ ഡോക്ടർ ഇല്ലാതായിട്ട് 3 മാസം പിന്നിട്ടു. മലയോര മേഖലയിലെ ക്ഷീരോത്പാദകർക്ക് ഏറെ ആശ്വാസമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആശുപത്രിയിൽ എത്രയും വേഗം ഡോക്ടറെ നിയമിക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്ക് നിവേദനം നൽകി. യോഗം രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോസ് കാഞ്ഞാമ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ NREG വർക്കേഴ്സ് യൂണിയൻ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോണത്തുകുന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രസന്ന അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് ചന്ദ്രിക ശിവരാമൻ, CITU മാള ഏരിയ സെക്രട്ടറി KV ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് കമ്മിറ്റി അംഗം MS രഘുനാഥ്, വെള്ളാങ്ങല്ലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിലെ ശതൂര സുവർണ ജൂബിലി സമാപനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 1 വർഷം നീണ്ടുനിന്ന ശബ്ദോത്തര സുവർണ ജൂബിലി സമാപന സമ്മേളനം വൈകിട്ട് 5 മണിക്ക് വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കും. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത ഫാദർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ, ജൂബിലി ജനറൽ കൺവീനർ TC ജോർജ്, ട്രസ്റ്റിമാരായ T സാബു ജോസ്, EA തോമസ്, AA ബിജു, പ്രതിനിധിയോഗം സെക്രട്ടറി ഫ്രാൻസിസ് K ജോസഫ് എന്നിവർ പങ്കെടുത്തു. കണിപ്പയ്യൂർ മാന്തോപ്പ് ജുമാ മസ്ജിദിൽ ദിക്ർ ഹൽഖ വാർഷികവും മതപ്രഭാഷണവും 25, 26, 27 തീയതികളിൽ നടക്കുമെന്ന് കുന്നംകുളത്ത് അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിരി, 26-ന് ജുബൈർ സഹദി ഒതളൂർ എന്നിവരുടെ പ്രഭാഷണങ്ങൾ നടക്കും. 27-ാം തീയതി വൈകിട്ട് സയ്യിദ് ഉമർ അബ്ദുൽ ഗഫൂർ ജമലുല്ലൈലി തങ്ങൾ ദിക്ർ ഹൽക്കയ്ക്ക് നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ മഹല്ല് പ്രസിഡന്റ് MA ഷാഫി, സെക്രട്ടറി MA അബൂബക്കർ, ട്രഷറർ KA ഖാദർ, വൈസ് പ്രസിഡന്റ് PA മോനൂട്ടി, ഖത്തീബ് ജുബൈർ സഹദി, മുഹമ്മദ് നഹ്ലാൻ എന്നിവർ പങ്കെടുത്തു. സർവ്വ മനുഷ്യർക്കുള്ള സദ്വാർത്തയാണ് തിരുപ്പിറവിയെന്ന് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക മലങ്കര മെത്രോപൊലിത്തയുമായ ആബുൻ മോർ ബസിലിയൂസ് ജോസഫ് ബാവ അഭിപ്രായപ്പെട്ടു. വലിപ്പചെറുപ്പമില്ലാത്ത, സമാനതകളില്ലാത്ത വിനയത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് പുൽക്കൂട്ടിലെ തിരുപ്പിറവിയെന്നും ദൈവിക വിനയത്തിലൂടെ വിദ്വേഷത്തിന്റെ മതിലുകൾ തകർക്കുവാനും അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാനും ബാവ വിശ്വാസികളെ ആഹ്വാനം ചെയ്തു. ശാന്തിയും സമാധാനവും ഇന്ന് അനേകർക്കും വളരെ വിദൂരതയിലാണ്. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ആശുപത്രിയിലെ ജീവനക്കാർ അവതരിപ്പിച്ച കരോൾ ഗാനം ചടങ്ങിന് മാറ്റുകൂട്ടി. തിരുവനന്തപുരം ഭദ്രാസനാധിപനും ആശുപത്രി വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്ത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ, ജോൺ ഉറുമ്പിൽ, കോർ എപ്പിസ്കോപ്പ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാബു മാത്യു, കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ അമൽ പോൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പാട്ട് യാദൃച്ഛ്യം
നോക്കിയപ്പോൾ പ്രത്യേകിച്ച് കുന്നംകുളത്തുകാർ കൃത്യസമയത്തിന് തിരുമേനി വന്നു ചേരുകയും കൂടാതെ അദ്ദേഹത്തിന്റെ പുതിയ എല്ലാ വക എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. ബഥനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജിജോ തരകൻ അധ്യക്ഷത വഹിച്ചു. ബഥനി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് ക്രിസ്മസ് സന്ദേശം നൽകി. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ, ട്രഷറർ PS ടോണി, വൈസ് പ്രസിഡന്റ് ജയപ്രകാശ്, ഇലവന്ത്ര ജോയിന്റ് സെക്രട്ടറി അഖിൽ രാമപുരം തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രവൈവിധ്യങ്ങളുമായി ക്രിസ്തുമസ് പുതുവത്സര വിപണി കീഴടക്കി കുന്നംകുളം കേരള വസ്ത്രാലയം. ആഘോഷങ്ങൾ ഏതുതന്നെയായാലും പുതുവസ്ത്രങ്ങൾ ഒഴിച്ചുകൂടാനാകാത്തതാണ് മലയാളികൾക്ക്. വിവാഹ ആവശ്യങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ മാത്രമല്ല, എല്ലാ ഉത്സവങ്ങൾക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ, ഡ്രസ് കോഡുകൾ എന്നിവ കേരള വസ്ത്രാലയത്തിൽ ലഭ്യമാണ്. ചുരുങ്ങിയ ബഡ്ജറ്റിനുള്ളിൽ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നതാണ് കേരള വസ്ത്രാലയത്തിന്റെ പ്രത്യേകത. ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ പരമാവധി കുറഞ്ഞ വിലയിലാണ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. മാറുന്ന കാലത്തിനൊപ്പം മാറിവരുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് അനുസരിച്ച് വ്യത്യസ്തവും മനോഹരവുമായ വസ്ത്രശേഖരമാണ് കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. സൂപ്പർ ലീഗ് കേരള കണ്ണൂർ വാരിയേഴ്സ് ടീം അംഗം അർജുൻ മോഹനനെ കീഴ്പള്ളിക്കര ആന്ത്രോപ്പോ സോക്കേഴ്സ് ക്ലബ്ബ് ആദരിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം KF ബെന്നി ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ സ്വാലിഹ് ഹബീബ് അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി TV ദീപു, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MB സുരേഷ്, താന്യം പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ സജിത തുടങ്ങിയവർ സംസാരിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരി മിത്ര സൊസൈറ്റിയിൽ അംഗമായിരിക്കെ മരണമടഞ്ഞ തൃശൂർ ഈസ്റ്റ് ഏരിയയിലെ ശക്തൻ നോൺവെജ് മാർക്കറ്റ് യൂണിറ്റ് അംഗം ഡേവിസിന്റെ കുടുംബത്തിന് മരണാനന്തര സഹായമായി 5 ലക്ഷം രൂപ നൽകി. തൃശൂർ ശക്തൻ നോൺവെജ് യൂണിറ്റിൽ നടന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ബിനു ഡേവിസിന്റെ കുടുംബത്തിന് ചെക്ക് കൈമാറി. ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി അധ്യക്ഷത വഹിച്ചു. ജോയ് പ്ലാശ്ശേരി, ലതീഷ് നാരായണൻ, സച്ചിൻ കാട്ടിൽ, ഷിബു MT, സേവ്യർ ചിറയത്ത്, ഡേവിഡ് കാട്ടുങ്ങൽ, ജിൻഡോ ജോർജ്, സതീഷ് KB, അഖിൽ ചന്ദ്രൻ, ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ തൃശൂർ പുത്തൻപള്ളിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ വർണ്ണാഭമായി. ഷോറൂമിൽ നടന്ന ചടങ്ങിൽ SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ജസ്റ്റിൻ അഗസ്റ്റിൻ, ജനറൽ മാനേജർ ജഗദീഷ് എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഉപഭോക്താക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ആകർഷകമായ ഓഫറുകളാണ് SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഉയർന്ന സ്വർണ്ണവിലയ്ക്ക് ശാശ്വത പരിഹാരമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, ഗോൾഡ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് വമ്പിച്ച ഡിസ്കൗണ്ട് തുടങ്ങിയവയും ഉപഭോക്താക്കൾക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും ഉപഭോക്താക്കളുടെ അഭിരുചിക്ക് അനുയോജ്യമായ വിവിധ ശ്രേണിയിലുള്ള ആഭരണങ്ങളുടെയും കമനീയ ശേഖരം SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സവിശേഷതയാണ്.
പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നൃത്ത സംഗീതോത്സവം ആരംഭിച്ചു. 10 ദിവസം നീണ്ടുനിൽക്കുന്ന വാദ്യനൃത്ത കലാ ഉപാസനകൾക്ക് കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം തെളിയിച്ചു. കാനാടിക്കാവ് ട്രസ്റ്റ് മെമ്പർമാരായ സൈജു കാനാടി, കൃഷ്ണരാജ് കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി, ശ്രീമതി ചന്ദ്രിക വിഷ്ണു ഭാരതി സ്വാമി എന്നിവർ സന്നിഹിതരായി. മംഗളവാദ്യത്തെ തുടർന്ന് തൃപ്രയാർ ശ്രീരഞ്ജനി കലാക്ഷേത്രം, സാരംഗി സംഗീത നിലയം വലപ്പാട് എന്നിവയിലെ വിദ്യാർത്ഥികൾ സംഗീതാർച്ചന നടത്തി. ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വരന്തരപ്പള്ളി സെന്ററിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പള്ളിക്കുന്ന് CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിന്റെ വരന്തരപ്പള്ളി പഞ്ചായത്ത് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ലിജോ ജോൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ലൈസ ജിജോ, ഷീബ സന്ദീപ്, NSS പ്രോഗ്രാം ഓഫീസർ CV വിപിൻ, കോളേജ് ഡിപ്പാർട്ട്മെന്റ് HOD CJ സിൻഡോ, NP സെബി, PTA പ്രസിഡന്റ് CS കൃഷ്ണമണി തുടങ്ങിയവർ സംസാരിച്ചു. ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. രാത്രി 8:30 തെക്കേടത്ത് വടക്കേടത്ത് ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റം നടക്കും. എല്ലാ ദിവസവും അന്നദാനവും വഴിപാടായി തിരുവാതിരക്കളിയും നടക്കും. 31-ാം തീയതി കാർത്തിക ആഘോഷത്തിന്റെ ഭാഗമായി 10 ആനകളെ അണിനിരത്തി ശീവേലിയും വൈകിട്ട് കാഴ്ച ശീവേലിയും നടക്കും. തുടർന്ന് കാർത്തിക ദീപക്കാഴ്ചയും രാത്രി കാർത്തിക വിളക്കുമുണ്ടായിരിക്കും. ജനുവരി 1-ാം തീയതി രാവിലെ തെക്കേടത്ത് ശിവേലിയും വടക്കേടത്ത് ഉത്സവബലിയും നടക്കും. 3-ന് ആറാട്ടും കൊടിയിറക്കവും ആറാട്ട് സദ്യയും നടക്കുമെന്ന് ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളായ PP ചന്ദ്രൻ, MD സുധാകരൻ, MP ശശിധരൻ എന്നിവർ അറിയിച്ചു. നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് 101 പേർ അവതരിപ്പിച്ച സോപാന സംഗീതം അരങ്ങേറി. ഗുരുവായൂർ ജ്യോതിദാസും സംഘവുമാണ് സോപാന സംഗീതം അവതരിപ്പിച്ചത്. തുടർന്ന് കാലടി ശ്രീശങ്കര ഭജൻസിന്റെ നാമസങ്കീർത്തനവും ഉണ്ടായിരുന്നു. ഗുരുവായൂർ KSRTC സ്റ്റാൻഡിൽ അയ്യപ്പ ഭക്തർക്ക് സൗജന്യമായി ചരണകേന്ദ്രം നിർമ്മിച്ചു നൽകിയ പാലിയൂർ സ്വദേശി സജി ആന്റോയെ ആദരിച്ചു. യൂണിറ്റ് ഓഫീസർ TK സന്തോഷ് പൊന്നാട അണിയിച്ചു. കൺട്രോളിംഗ് ഇൻസ്പെക്ടർ AJ സജിത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ KK നിബു, TK പ്രഹ്ലാദൻ തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങളായി സ്വകാര്യ സ്ഥാപനമാണ് KSRTC സ്റ്റാൻഡിൽ അയ്യപ്പ ഭക്തർക്ക് ശരണകേന്ദ്രം നിർമ്മിച്ചു നൽകിയിരുന്നത്. ഇത്തവണ ഇവർ ഇതിന് തയ്യാറാകാതിനെ തുടർന്ന് ശബരിമല യാത്രക്കാരായ അയ്യപ്പന്മാർക്ക് വിരിവെക്കാൻ സൗകര്യമില്ലാത്ത അവസ്ഥയായിരുന്നു. ഇതേ തുടർന്നാണ് സജി ശരണകേന്ദ്രം നിർമ്മിച്ചു നൽകിയത്. മായന്നൂർ മാങ്കുളത്ത് നടന്നു പോകുകയായിരുന്ന വയോധികയുടെ മാല ബൈക്കിലെത്തിയ 2-അംഗ സംഘം പൊട്ടിച്ചു. മായന്നൂർ മാങ്കുളം പുത്തൻവീട്ടിൽ വിദ്യാവതിയുടെ മാലയാണ് കവർന്നത്. ക്ഷീരകർഷകയായ വിദ്യാവതി ചിറങ്കരയിലെ ക്ഷീരസംഘത്തിൽ നൽകാനായി പാലുമായി നടന്നു പോകുന്നതിനിടയിലാണ് ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പഴയന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്തിക്കാട് പ്രസ് ക്ലബ്ബിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. മണലൂർ സഹകരണ ആശുപത്രി മുൻ പ്രസിഡന്റ് TK ഭാസ്കരൻ കേക്ക് മുറിച്ച് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അബ്ബാസ് വീരാവുണ്ണി അധ്യക്ഷത വഹിച്ചു. പ്രവാസി വ്യവസായി TB രവി അംഗങ്ങൾക്ക് കേക്ക് വിതരണം ചെയ്തു. ജോസ് മാവേലി, ബിജോ ജോർജ്, സുബ്രൻ അന്തിക്കാട്, BS സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റിലപ്പള്ളി IAS പബ്ലിക് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങൾക്ക് കേക്കുകൾ വിതരണം ചെയ്തു. IAS എഡ്യൂക്കേഷൻ സിറ്റി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ്, ജനറൽ സെക്രട്ടറി NK ഉമ്മർ, ജോയിന്റ് സെക്രട്ടറി CA ജിനി, പ്രിൻസിപ്പൽ CA ബീന, വൈസ് പ്രിൻസിപ്പൽ ബീന S നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലക്കുടി സെൻട്രൽ റോട്ടറി ക്ലബിന്റെ അതിരപ്പള്ളി റൺ ഡിസംബർ 28-ാം തീയതി നടക്കും. ഇത്തവണ കിഡ്സ് റൺ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ സപ്പോർട്ട്, സുരക്ഷാ ക്രമീകരണങ്ങൾ, റണ്ണർമാർക്ക് മികച്ച സൗകര്യങ്ങൾ എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് അനീഷ് ജോർജ് പൈനാടത്ത്, ചെയർമാൻ ബിബിൻ മാണിക്കത്താൻ, KC അനൂപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ചാലക്കുടി കോതേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് നൃത്തനൃത്യങ്ങൾ, തിങ്കളാഴ്ച സംഗീത സന്ധ്യ, ചൊവ്വാഴ്ച ചാക്യാർകൂത്ത് തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറും. ബുധനാഴ്ച ഉത്സവബലി, ജനുവരി 1 വ്യാഴാഴ്ച വലിയ വിളക്ക്, മേളം എന്നിവ നടക്കും. വാർത്താസമ്മേളനത്തിൽ NSS കരയോഗം പ്രസിഡന്റ് ശങ്കരനാരായണൻ, MG ശശികുമാർ, TS സുധീഷ്, MC അഭിലാഷ്, TD ഷാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. പീഡിക തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ തൃശൂരിൽ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായ സമിതി ഹാളിൽ നടന്ന ചടങ്ങിൽ പീഡിക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സംസ്ഥാന ഡയറക്ടർ KM ലെനിൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമനിധി ബോർഡ് ജില്ലാ അഡ്വൈസറി ബോർഡ് അംഗം ജോഷി മാത്യു തേറാട്ടിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലയിലെ 61 വിദ്യാർത്ഥികൾക്ക് 2,12,000 രൂപയുടെ ആനുകൂല്യങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കോഴികളെ പിടിക്കാൻ വന്ന മൂർഖൻ പാമ്പിനെ വകവരുത്തി ഡാഷ് ഗണ്ട് ഇനത്തിൽപ്പെട്ട വളർത്തുനായ ചത്തു. ലാലൂർ മേനാച്ചേരി പായലിന്റെ വീട്ടിലെ ഡാഷ് ഗണ്ട് ഇനത്തിൽപ്പെട്ട 3 വയസ്സുള്ള വളർത്തുനായ ടോഗോ ആണ് മൂർഖനുമായുള്ള ഏറ്റുമുട്ടലിന് ശേഷം ചത്തത്. ദേശീയപാത നിർമ്മാണ സൈറ്റിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്ത കേസിലെ പ്രതി അറസ്റ്റിൽ. പുല്ലൂറ്റ് ഉഴവത്തുംകടവ് സ്വദേശി ചക്കാണ്ടി വീട്ടിൽ രാഹുലിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാഹുൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 5 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. തുടർച്ചയായി 16ാം വർഷവും കൊങ്ങണൂർ ഭട്ടിമുറി ബ്രദേഴ്സ് പെരുന്നാൾ ആഘോഷ കമ്മിറ്റി അരിയും കേക്കും വിതരണം ചെയ്തു. കരിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിലെ വിശുദ്ധ ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാളിന്റെ ഭാഗമായാണ് ഈ കാരുണ്യ പ്രവൃത്തി നടത്തിവരുന്നത്. അരി വിതരണത്തിന്റെ ഉദ്ഘാടനം ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് നിർവഹിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് അംഗം ബിന്ദു ധർമ്മൻ അധ്യക്ഷത വഹിച്ചു. കേക്ക് വിതരണം ഇടവക വികാരി ഫാദർ സജി കൊളങ്ങാട്ടിലും നിർവഹിച്ചു. സംഘടനാ പ്രസിഡന്റ് CG ജോബി, വൈസ് പ്രസിഡന്റ് PG സനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,735 രൂപ, പവന് 1,01,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. ദേവാലയങ്ങളിൽ പാതിര കുർബാന നടക്കും. ജില്ലയിലെ നഗരസഭാ അധ്യക്ഷന്മാരുടെ ചിത്രം തെളിയുന്നു. ഇരിങ്ങാലക്കുടയിൽ MP ജാക്സനും ചാവക്കാട് AH അക്ബറും ഗുരുവായൂരിൽ സുനിത അരവിന്ദനും ചെയർപേഴ്സൺമാരാകും. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ചാവക്കാട് പ്രതിഷേധവുമായി വ്യാപാരികളും നാട്ടുകാരും രംഗത്ത്. ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ 4 ഹോംഗാർഡുകളെ നിയോഗിച്ചു. ദേശീയപാത കുതിരാനിൽ മാലിന്യം തള്ളി. ടാങ്കർ ലോറിയിലാണ് മാലിന്യം കൊണ്ടുവന്ന് തള്ളിയത്. തലൂരിൽ മയക്കുമരുന്ന് ലഹരിയിൽ KSRTC സ്വിഫ്റ്റ് ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ സ്വദേശി രാജേഷ് അറസ്റ്റിൽ. യുവതിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവർന്ന കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊടകര റഷീദും കൂട്ടാളികളും അറസ്റ്റിൽ. തൃശൂർ അയ്യന്തോളിലെ ഫ്ളാറ്റ് കൊലക്കേസ് പ്രതിയാണ് റഷീദ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.